ഒരു നാടിന്റെ സംസ്കാരവും കാർഷിക സമൃദ്ധിയും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുകയാണ് പത്തനംതിട്ട ഓമല്ലൂർ വയൽ വാണിഭം. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളും പരമ്പരാഗത വീട്ടുപകരണങ്ങളുമാണ് ഓമല്ലൂർ വാണിഭത്തിലൂടെ വിൽക്കുന്നത്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന വയൽ വാണിഭത്തിൽ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ് എത്തുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഓമല്ലൂർ വയൽ വാണിഭത്തിന്. പരമ്പരാഗത കാർഷിക ഉൽപ്പന്നങ്ങളാണ് ഓമല്ലൂർ വയൽ വാണിഭത്തിലൂടെ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നത്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ചേന, കാച്ചിൽ, ചേമ്പ്, ഇഞ്ചി, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയ കാർഷിക വിളകളും മൺവെട്ടി, കൂന്താലി, വെട്ടുകത്തി തുടങ്ങിയ വിവിധതരം കാർഷിക ഉപകരണങ്ങളും വയൽ വാണിഭത്തിലൂടെ ലഭിക്കുന്നു എന്നതാണ് പ്രത്യേകത. പഴയകാലത്ത് വീടുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന കുട്ട, വട്ടി, മുറം, മൺചട്ടി, ആട്ടുകല്ല്, അരകല്ല് തുടങ്ങിയ വിവിധതരം ഉൽപ്പന്നങ്ങളും വയൽ വാണിഭത്തിൽ ലഭിക്കും. വിപണനത്തെക്കാൾ അന്യം നിന്നുപോയ പഴയകാല കാർഷിക സംസ്കാരം നിലനിർത്തുകയാണ് വയൽ വാണിഭത്തിന്റെ ലക്ഷ്യം. ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കാർഷിക വിഭവങ്ങൾ വാങ്ങാനും അതിൻ്റെ വിത്ത് വാങ്ങാനും ഈ നാട്ടിലുള്ള മാത്രമല്ല വിവിധ ദൂര സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ അവിടെ എത്തുന്നു എന്നുള്ളതാണ്. പിന്നെ വൈവിധ്യമാർന്ന നമ്മൾ പഴയ കാലത്തൊക്കെ കണ്ടിട്ടുള്ള പഴയ സാധനങ്ങളെല്ലാം ഇപ്പോൾ ആ വയൽ വാണിഭത്തിൽ ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് കുട്ടികളുമായി ആളുകൾ വന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം കാർഷിക വിഭവങ്ങളാണ് കൂടുതൽ. പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ ലോകപ്രസിദ്ധി ആർജിച്ച വാഴമുട്ടം ശർക്കര നമുക്കവിടെ ലഭ്യമാണ്. പിന്നീട് നമുക്കറിയാം ചെമ്പ് പാത്രങ്ങൾ, അതുപോലെ തന്നെ ഇപ്പം കൂന്താലി ഉറപ്പിക്കുക, അതുപോലെയുള്ള കോടാലി ഉറപ്പിക്കുക എന്ന് പറയുന്ന ആളെ കിട്ടാത്തൊരു കാലത്ത് അത് കൃത്യമായി ചെയ്യാനും കൂന്താലി വാങ്ങാനും അങ്ങനെയുള്ള കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. മാർച്ച് 15 തുടങ്ങിയ വയൽ വാണിഭം ഏപ്രിൽ 14 അവസാനിക്കുക. ജനം, പത്തനംതിട്ട.